ഹായ് ഹലോ. അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ ആണ് കേട്ടോ, ഡിസംബർ 16-ാം തീയതി പുലർച്ചെ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ തന്നെ സിസ്റ്റർ വന്നിട്ട് ലാബ് റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാബ് റൂമിൽ പോയി നമുക്ക് പെയിൻ വരാനുള്ള മരുന്നൊക്കെ അവിടെ നിന്ന് തന്നായിരുന്നു. അത് കഴിഞ്ഞ് റിട്ടേൺ വന്ന് കുളിച്ചു. ഇനി ഒരു 8 മണിയാകുമ്പോൾ വീണ്ടും ലാബ് റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ വന്ന് ചെക്കപ്പ് ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിന് പോയി. പക്ഷേ അതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു. പിന്നെ അവിടെ കുറേ നേരം വെറുതെ സംസാരിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മളോട് ഉണ്ണിയുടെ ഗ്രാഫ് എടുക്കാൻ വേണ്ടിയിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഉണ്ണിയുടെ ഗ്രാഫൊക്കെ എടുത്ത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ റിട്ടേൺ വന്നു. പിന്നെ നമ്മൾ ചായ വാങ്ങാൻ വേണ്ടിയിട്ട് ക്യാൻറ്റീനിലോട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ ചായയൊക്കെ വാങ്ങി ചായയൊക്കെ കുടിച്ചു. പിന്നെ ക്രിസ്മസിൻ്റെ സീസണായ കാരണം കൂടെ ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ. വന്നിട്ട് ഇതുവരെ അത് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടില്ല. എനിക്ക് അങ്ങോട്ട് പോകാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ വന്നപ്പോൾ തൊട്ട് ഹോസ്പിറ്റലിൻ്റെ അകത്തിരുന്ന് മടുത്ത്. അപ്പോൾ ഒന്ന് വേഗം പോയി കണ്ടിട്ട് തിരിച്ച് വരാമെന്നുള്ളതിൽ വേഗം ഇറങ്ങിയതാണ് കേട്ടോ. സത്യം പറയാമല്ലോ, പ്രസവിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ വന്നേക്കുക എന്നുള്ള കാര്യം തന്നെ ഞാൻ മറന്നു. കാരണം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു അവിടെ കാണാൻ. നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. മാത്രമല്ല അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ കുറേ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും കാണാൻ ഞാൻ നിന്നില്ല. കാരണം പെയിൻ വരാനുള്ള മരുന്ന് കഴിച്ചിട്ടുള്ള കാരണം കൊണ്ട് എപ്പോൾ വേണമെങ്കിലും പെയിൻ വരാം. അപ്പോൾ ഞാൻ വേഗം ഒന്ന് ഓടിച്ചിട്ട് കണ്ടിട്ട് പോവുകയാണ് ചെയ്തിട്ടാ. കണ്ടിട്ടും കുറേ നേരം അവിടെ നിന്ന് എല്ലാ പരിപാടിയും കണ്ട് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ പറയായിരുന്നു പെയിൻ ഇന്ന് വരണ്ട, നാളെ വന്നാൽ മതി എന്നൊക്കെ സംസാരിച്ച് നിൽക്കുകയായിരുന്നു. ഡെലിവറി നാളെ ആയാൽ മതിയായിരുന്നു, ഇന്ന് ആവണ്ട എന്നൊക്കെ സംസാരിച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ. ഡിസംബറിൽ ഡെലിവറി ആയ കാരണം കൊണ്ട് എനിക്കിതൊന്നും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ പറ്റി എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. കാരണം നല്ല രസമുണ്ട്. ഞാൻ കണ്ണനോട് പറയാം നെക്സ്റ്റ് ടൈം ഇനി ക്രിസ്മസിൻ്റെ ടൈം നമുക്ക് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാണുന്നുണ്ടെങ്കിൽ അമല ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതിയല്ലോ എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നല്ല കാറ്റും തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ തന്നെ ഇങ്ങനെ നിൽക്കാൻ തോന്നി. എനിക്ക് അങ്ങോട്ട് റിട്ടേൺ പോകണമെന്നുണ്ടായിരുന്നില്ല. പക്ഷേ പെയിൻ വരുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് അധികം നേരമൊന്നും ഞാനവിടെ നിന്നില്ല. എല്ലാം ഒന്ന് ഓടിച്ചിട്ട് കണ്ടിട്ട് തിരിച്ച് റിട്ടേൺ പോരുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റാ ബൈ ബൈ.